ജിലാത്തി ജില്ലും ജിലാത്തി ജില്ലും ജിലാത്തി ജില്ലും ജിലാത്തി. അമ്മ വല്ലതും തരണേ. അമ്മ വല്ലതും തരുമോ? അമ്മ വല്ലതും തരുമോ? അമ്മോ ഇവിടെ ഒന്നുമില്ല. വിശന്നിട്ട് വയ്യമ്മ. 5-6 ദിവസമായമ്മ ആഹാരം കഴിച്ചിട്ട്. വല്ലതും തരുവോ? വയറ് വിശന്ന് വയ്യമ്മ. ഒന്നുമില്ല. ഇല്ല പൊയ്ക്കോ. വിശന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കാം. പാവല്ലേ, വയസ്സായ ഒരാളല്ലേ. വരുവോ? രാവിലെ ദോശ വെക്കുന്നുണ്ട്. വരാം. വരൂ. അമ്മ കുറച്ച് വെള്ളം തരണം അമ്മ. എന്റെ ദൈവമേ, എന്റെ പിള്ളയെ കണ്ടില്ലേ, എന്റെ കൊച്ചിനെ കണ്ടില്ലേ? കുറച്ച് വെള്ളം വേണമെന്ന്. വെള്ളം എടുക്കാൻ പയ്യ സമയം കൊണ്ട് ഇതെവിടെ പോയി? ഞാൻ ആരോട് പറയാ? ഞാൻ ഇനി എന്റെ ചേട്ടൻ വരുമ്പോ ഞാൻ എന്ത് പറയും? ദൈവമേ, എനിക്കെന്നൊന്നും അറിഞ്ഞൂടേ. എന്റെ കൊച്ചിനെ കാണാനില്ലേ? അയ്യോ ആരെങ്കിലും ഒന്ന് ചെന്ന് തിരക്കോ? നിങ്ങൾ ഇങ്ങനെ ഇടന്ന് കാറിയിട്ട് ഒരു കാര്യവുമില്ല. ആദ്യം സ്വന്തം കുഞ്ഞിനെ ആദ്യം നിങ്ങൾ സംരക്ഷിക്കണമായിരുന്നു. ഈ കുഞ്ഞിന്റെ ഈ അവസരോചിതമായ പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ഇപ്പം തിരിച്ചു കിട്ടിയത്. ഇനിയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ ആദ്യം നോക്കാം. ആ പരിചയമില്ലാത്തവർ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ കുഞ്ഞിനെ ആദ്യം നിങ്ങൾ അടുത്ത് നിർത്താൻ നോക്കണം. നിങ്ങൾ അവരെ പിടിച്ചിരുത്തി വീട്ടിൽ ഇരുത്തി സൽക്കരിച്ച് എല്ലാ കൊടുത്തിട്ട് നിങ്ങൾ അങ്ങ് അകത്ത് കയറി പോയാൽ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് അവർ പോകൂലേ? ഞങ്ങൾ കണ്ടില്ലായിരുന്നുവെങ്കിലോ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നില്ലേ? നിങ്ങളുടെ അല്പം ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. ഈ കുഞ്ഞ് മിടുക്കിയാണ് കേട്ടോ. ഒന്ന് മാത്രം മനസ്സിലാക്കാം, പരിചയമില്ലാത്ത ആൾക്കാർ വീട്ടിൽ വന്നാൽ ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിച്ച് അടുത്ത് തന്നെ നിർത്തിയിരിക്കണം. പിന്നെ നമ്മൾ സ്വയം സംരക്ഷിക്കണം. കാരണം കഴുത്തി കിടക്കുന്ന മാലയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ടോണ്ട് പോകാനും സ്നേഹവും സൗഹാർദ്ദത്തോടെയും വരും. കട്ടോണ്ട് പോകാൻ ഉള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക. കഴിവതും പുറത്തുനിന്നുള്ള പരിചയമില്ലാത്ത ആൾക്കാരെ കൂടുതൽ അടുപ്പിക്കാതിരിക്കുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഞാനും എൻ്റെ പൊന്നുകുട്ടിയും കൊള്ളാമൊന്ന് നോക്കാം. അമ്മേരെ കൊടുക്കാണ് പൊളിക്കുക. എനിക്ക് വന്നിട്ട് എന്ന് നോക്കാൻ ഇനിയിപ്പോ ഉണ്ടാകും. പഴം തിന്നുവാണ്. തിന്നു നോക്കാം. നമുക്ക് രുചി ഉണ്ടാ നോക്കാം. സൂപ്പർ. നിങ്ങൾ കാണുമെങ്കിൽ ലൈക്കും ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ ബൈ.